Hi dear students. അപ്പോൾ ജി ഐ ബിയുടെ ഫിസിക്സിൻ്റെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വാൻ ടു വാൾസ് ഇക്വേഷൻ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി. പി പ്രഷറാണ്, വി വോളിയം, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടി ടെമ്പറേച്ചർ. ദ റേഷ്യോ ഓഫ് കോൺസ്റ്റൻസ് ഏതാണ്? എ ബൈ ബി ഡയമെൻഷനലി ഈക്വൽ ടു. എ ബൈ ബിയുടെ ഡയമെൻഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? എ ബൈ ബി. റെഡി. ഓക്കെ, അപ്പോൾ എ ബൈ ബിയുടെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, നമുക്കിവിടെ ഓപ്ഷനിലൂടെ ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പി ബൈ ബി ഇവിടെ പറയുന്നുണ്ട്. പി വി ക്യൂബ്, വി ബൈ പി. ഓക്കെ, നോക്കൂ, ഇവിടെ പിയുടെ ഡയമെൻഷനും എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ബിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് അത് വോളിയത്തിൻ്റെ ഡയമെൻഷൻ ആണ് എന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഞാൻ എഴുതുന്നു എ ബൈ വി സ്ക്വയർ. തിക്നെസ് ഒന്ന് കുറക്കാം. യെസ്, നോക്കൂ, എ ഡിവൈഡഡ് ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷനലി വിച്ച് ഈസ് ഈക്വൽ ടു പ്രഷറിൻ്റെ ഡയമെൻഷനാണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് അത് വോളിയത്തിൻ്റെ ഡയമെൻഷനാണ്. ആൻഡ് ഫ്രം ദിസ് വാട്ട് യു ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു പി വി സ്ക്വയറിൻ്റെ ഡയമെൻഷനാണ്. റെഡി അല്ലേ? നൗ എന്താ നമ്മളോട് ആവശ്യപ്പെട്ടത്? എ ബൈ ബിയുടെ ഡയമെൻഷൻസ് ആണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, എയുടെ ഡയമെൻഷൻ ദാറ്റ് ഈസ് പി വി സ്ക്വയറിൻ്റെ ഡയമെൻഷനാണ്. ദെൻ വിൻ്റെ ഡയമെൻഷനാണ് ബിൻ്റെത്. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? പി വിയുടെ ഡയമെൻഷൻ ഇക്വലൻ്റ് ആണ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അല്ലാതെ ഇൻഡിവിജ്വലി എൻ്റെതും ബീൻ്റെതും ഒക്കെ കണ്ടെത്തി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എൽ, സി ആൻഡ് ആർ ആർ ദ സെൽഫ് ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് റെസ്പെക്റ്റീവ്ലി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ടൈം? ടൈമിൻ്റെ ഡയമെൻഷൻ അല്ലാത്തത് നോക്കൂ, ആർ സി, എൽ ബൈ ആർ, ഇതൊക്കെ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച. ദെൻ ഇയാൾ റൂട്ട് എൽ സി അല്ലേ? ടൈം പീരീഡ് അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് നമ്മൾ ആ ഇക്വേഷൻ പഠിക്കുന്നത്. ബട്ട് യു നോ ദാറ്റ്. അപ്പോൾ ഇതിൽ ടൈമിൻ്റെ ഡയമെൻഷൻ അല്ലാത്തത് ആര് മാത്രമാണ്? ഡി മാത്രം. ഓക്കെ, ദാറ്റ് ഈസ് എൽ ബൈ സിൻ്റെ ഡയമെൻഷൻ എന്തല്ല? അത് ടൈമിൻ്റെതല്ല. അത് നമുക്ക് നോക്കൂ, ഇതൊക്കെ ടൈമിൻ്റെതാണ് എന്നുള്ളത് വളരെ ഫേമസ് ആണ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ നമുക്കതിനെ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? എൻ എക്സ്പ്രഷൻ ഫോർ എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി പി ഈസ് ഗിവൺ ബൈ. അപ്പോൾ പി ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, കണ്ടാൽ കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറഞ്ഞത്? വേറെ ആൽഫ ബീറ്റ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ എക്സ് ഈസ് ദ ഡിസ്റ്റൻസ്, കെ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ ആണ്, ടൈമല്ല. ദെൻ ഡയമെൻഷൻസ് ഓഫ് ആൽഫ വിൽ ബി, ആൽഫയുടെ ഡയമെൻഷൻ ആണ് ചോദ്യം. മക്കളെ, നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇയാളുടെ ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, അത് മനസ്സിലായി. പിന്നെ ലോഗ് ഓഫ് സംതിങ്, അപ്പോൾ ഈ സാധനം ഡയമെൻഷൻലെസ് ആണ്. ലോഗ് എക്സ് ആണെങ്കിൽ എക്സ് ഡയമെൻഷൻലെസ് ആണ്. റെഡി? അപ്പോൾ ഇത് മൊത്തത്തിൽ ഡയമെൻഷൻലെസ് ആണ് നമുക്ക് പറയാം. ഇത് മാത്രം ഡയമെൻഷൻലെസ് ആണ്. മാത്രമല്ല, അപ്പോൾ ഇത്രയും ഭാഗം ഡയമെൻഷൻലെസ് ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ ഓക്കെയാണ് വിചാരിക്കും. ഒന്നുകൂടെ പറയാം. ലോഗ് എക്സ്, അപ്പോൾ ഈ എക്സ് ഡയമെൻഷൻലെസ് ആണ്. മാത്രമല്ല, ഈ ലോഗ് എക്സ് മൊത്തത്തിലും ഡയമെൻഷൻലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഡയമെൻഷൻലെസ് ആയതുകൊണ്ട് ഇതും എന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. അപ്പോൾ ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദെർഫോർ ആൽഫ ബൈ ബീറ്റ, അതിൻ്റെ ഡയമെൻഷൻ പിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. വിച്ച് ഈസ് ഡയമെൻഷൻലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 എന്നാണ് എഴുതുക. കാരണം പവറാണ് ഡയമെൻഷൻ, അതാണ് 0. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതുന്നു ആൽഫൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരുടെ ഡയമെൻഷൻ തന്നെയാണ്? ബീറ്റൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലായി. ഇനി ബീറ്റൻ്റെ ഡയമെൻഷൻ നോക്കൂ, നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം. ഇവിടുന്ന് അപ്പോൾ ഫ്രം ദാറ്റ് ഐ ക്യാൻ റൈറ്റ് കെ ടി ഡിവൈഡഡ് ബൈ ബീറ്റ എക്സ്. ബീറ്റ എക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന് ഡയമെൻഷൻ ഇല്ല, അപ്പോൾ 1 ആണ്. അപ്പോൾ നമുക്ക് ബീറ്റനെ എന്തെഴുതാം? ബീറ്റ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ബീറ്റൻ്റെ ഡയമെൻഷൻസ് ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ എക്സ്. ശരിയല്ലേ? ഡയമെൻഷൻസ് ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കെയുടെ ഡയമെൻഷനാണ്. കെ എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്.
അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പോൾ നോക്കൂ, നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പഠിച്ചൊരു ഇക്വേഷനാണ്. എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ ബി ടി. ഓർക്കുന്നുണ്ടോ? ഹാഫ് കെ ബി ടി, കെ ബി ബോൾസ്മാൻ കോൺസ്റ്റന്റ്, അതിനാണ് ഇവിടെ നമ്മൾ കെ എന്ന് മാത്രം എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം കെ ബി ഇസ് ഈക്വൽ ടു 2E ഡിവൈഡഡ് ബൈ ടി ആണ്. 2E ബൈ ടി. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? എനർജീൻ്റെ ഡയമെൻഷൻ ml² T⁻² ഡിവൈഡഡ് ബൈ ടി എന്താ ഇവിടെ? ടെമ്പറേച്ചർ ആണ്. ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ ക്യാപിറ്റൽ K അല്ലെങ്കിൽ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. Therefore, dimensions of K is equal to ml² T⁻² K⁻². ഓക്കെ. Therefore, ബീറ്റയുടെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചത് എന്ന് വെച്ചാൽ അത് ആൽഫയുടെ ഡയമെൻഷൻ ആണ്. ആൽഫക്കും ബീറ്റക്കും സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെൻ്റെ ഡയമെൻഷൻ കൊടുക്കുക ml² T⁻² K⁻² ഇൻറ്റു എഗെയിൻ ടി അവിടെ ഉണ്ട്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ടൈമല്ല, ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് എന്താണെന്ന് പറഞ്ഞത്? ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് ആണ്, എൽ. ദർഫോർ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ml T⁻². ml T⁻². ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്തിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ് ആണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നെ എഫ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബീനെ നമുക്ക് എന്ത് എഴുതാം? എഫ് ഡിവൈഡഡ് ബൈ QV അല്ലേ? ഡയമെൻഷനലി സൈൻ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. Therefore, ml T⁻² divided by this is charge AT into velocity L T⁻². L T⁻². അപ്പോൾ എൽ കട്ട് ചെയ്തു, ബാക്കി ആരുള്ളത്? എം അവിടെ ഉണ്ട്. ദെൻ A⁻−1 T⁻². കാരണം ഡിനോമിനേറ്ററിലെ ടിയും കട്ട് ചെയ്തു. എൽ ഓൾറെഡി കട്ട് ചെയ്തു, ടിയും T⁻−1 കട്ട് ചെയ്തു. റെഡി. ക്ലിയർ ആണല്ലോ? യെസ്, അത് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടോ? മാഗ്നറ്റിക് ഇൻഡക്ഷന് mA⁻−1 T⁻². യെസ്, ഇറ്റ് ഈസ് ദിസ്. അപ്പോൾ 1ന് 3 ഉള്ളത് അല്ലേ? എക്ക് 3. അപ്പോൾ നോക്കൂ, ഇതല്ല എന്ന് മനസ്സിലായി. ഇത് രണ്ടും ചെയ്താൽ പോരാ. അപ്പോൾ ബി കണ്ടെത്തണം. ബി എന്ന് നോക്കൂ, ഇതിൽ തീരുമാനമാവും. ബി ആരാണ്? മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു B.TA അല്ലേ? B.TA. ആ ബി നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബി ആരാ? mA⁻−1 T⁻² ഇൻറ്റു ഏരിയ ആണത് L² ആണ്. അപ്പോൾ അതും ആൻസറായി. യെസ്, നോക്കൂ, ml² T⁻² A⁻−1 ml² T⁻² A⁻−1. യെസ്, 1. ദാറ്റ് മീൻസ് ഫ്ലക്സിന് ബിക്ക് 1 ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ബാക്കി ചെയ്യേണ്ടതില്ല. നമുക്ക് അവിടെ തന്നെ കാര്യങ്ങൾ തീരുമാനമായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A quantity x is given by, നോക്കൂ, x is given by so and so in terms of I ആരാ? moment of inertia. നോക്കൂ, I moment of inertia, force ആണ് F, velocity ആണ് V, then work W, length L, dimensional formula for x is same as that of. അപ്പോൾ ഇത് മൊത്തത്തിൽ x എന്നാണ് പറഞ്ഞത്. ചെക്ക് ചെയ്യാം. അപ്പോൾ x is equal to IFV² whole divided by WL⁴. യെസ്, WL⁴. ഓക്കെ, നമുക്ക് ഡയമെൻഷൻസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ഐ ആരാണ്? മൂമെന്റ് ഓഫ് ഇനേഷ്യ. മൂമെന്റ് ഓഫ് ഇനേഷ്യന്റെ ബേസിക് ഇക്വേഷൻ എന്താ? mr². അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? ml². ഫോഴ്സ് ആരാ? ml⁻². വെലോസിറ്റി സ്ക്വയർ ആണ്, അപ്പോൾ L² T⁻². ഹോൾ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് W? വർക്ക്. അപ്പോൾ ml² T⁻². ദെൻ L എന്താണ്? ലെങ്ത് തന്നെയാണ്. അപ്പോൾ ലെങ്ത് ആകുമ്പോൾ L⁴. നോ പ്രോബ്ലം. നൗ കട്ടിങ് ആരംഭിക്കാം. m കട്ട്, L² കട്ട്, T⁻² കട്ട്. ദെൻ നോക്കൂ, ആരാളുള്ളത്? L² എല്ലും L⁴. അപ്പോൾ ഒരു 1 ഉണ്ടാവും കേട്ടോ. L ഉണ്ട്. ഇനി ആരാളുള്ളത്? നോക്കൂ, മുകളിൽ ആരാളുള്ളത്? ഒരു M ഉണ്ട്. ദെൻ താഴെയുള്ള L⁻−1 T⁻².
ഇതല്ലേ കിട്ടിയത് എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ്. ഇനി ഇത് ആരുടെ ഡയമെൻഷൻ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ആരുടെ ഡയമെൻഷൻ ആണ്? ഓക്കെ, ഇത് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഫോഴ്സ് കോൺസ്റ്റന്റ് ഇല്ല, പ്ലാൻസ് കോൺസ്റ്റന്റ് ഇല്ല, എനർജി ഡെൻസിറ്റി ഞാൻ തോന്നുന്നു. അത് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ നോക്കാം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ എനർജി ഡെൻസിറ്റിയുടെ നോക്കൂ, എനർജി എന്താ? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ വോളിയം എൽ ക്യൂബ്. അപ്പോൾ എന്താ കിട്ടുക? എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. നോക്കൂ, ആൻസർ ആയി. എനർജി ഡെൻസിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഓക്കെ, അത് നിങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോക്കിയാൽ അത് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 by 1 ഓരോരുത്തരെയും ചെക്ക് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, യെസ്. സ്വാഭാവികമായിട്ടും ഓരോ ചാപ്റ്ററിലാണല്ലോ നമ്മൾ ഓരോ ടേം പഠിക്കുക. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റന്റ്, വർക്ക് എനർജി ബോറിലെത്തുമ്പോൾ, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഫ്ലൂയിഡ്സിൽ, അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ കോഴ്സ് അവസാനിക്കാനാവുമ്പോഴേക്കും നിങ്ങൾ നല്ല സെറ്റ് ആവും അതിലോ കേട്ടോ. ഓക്കെ, വാ. If speed v, area, force are chosen as fundamental units, then dimensions of Young's modulus, ഏത് മോഡുലസ് ആണെങ്കിലും എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് ഏത് മോഡുലസ് ആണെങ്കിലും. ഇവിടെ അത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിൽ നിങ്ങൾക്കറിയാം സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല, സ്ട്രെസ് എന്ന് പറഞ്ഞത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ശരിക്കും എന്താ? വൈയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ശരിക്കാരാണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെ. ദാറ്റ് ഈസ് എം എൽ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ഏരിയ എൽ സ്ക്വയർ. അപ്പോൾ ഇവിടെ -1 വരും. ഓക്കെ, ഇതാണ് സാധനം. ഇനി നമ്മളോട് പറഞ്ഞത് ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ വി എ എഫ് ഉപയോഗിക്കുകയാണ്. ഓക്കെ, നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? വൈൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു എഫ് റേസ് ടു എ, എഫ് അല്ല, ആദ്യം ആരാ പറഞ്ഞത്? വി ആണ്. വി റേസ് ടു എ. വി എന്നത് സ്പീഡാണ്, ശ്രദ്ധിക്കണം. വി സ്പീഡ്, വി റേസ് ടു എ റേസ് ടു ബി, എഫ് റേസ് ടു സി. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യാം. രണ്ട് ഭാഗത്തും ഡയമെൻഷൻ എടുക്കുക. അപ്പോൾ എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു മൈനസ് 1 റേസ് ടു എ. ഏരിയ എൽ സ്ക്വയർ ആണ്, റേസ് ടു ബി. എം എൽ ടി റേസ് ടു മൈനസ് 2 ഫോഴ്സ് റേസ് ടു സി ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിന് ആരാളുള്ളത്? സി മാത്രം. എല്ലിന് അടക്കുന്നുണ്ട്, എ ഇവിടെ ഉണ്ട്, 2b അവിടെ ഉണ്ട്, ദെൻ സി ഉണ്ട്, ദെൻ ടിക്കോ -a ഉണ്ട്, -2c ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, എമ്മിൻ്റെ ഇക്വേറ്റ് ചെയ്താൽ അപ്പം തന്നെ സി ഈക്വൽ ടു 1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സി ഈക്വൽ ടു 1. ആരാടാ സി നോക്കൂ, എഫിൻ്റെതാണ്. അപ്പോൾ എഫ് റേസ് ടു 1 ഉള്ളത് ഒക്കെ കറക്റ്റ്. അപ്പോൾ എല്ലാത്തിനും എഫ് റേസ് ടു 1. അപ്പോൾ അതുകൊണ്ട് ഉപകാരമില്ല, വിട്, അടുത്തതിലേക്ക് പോകാം. പിന്നുള്ളത് ആരാ? ടീൻ്റെത് നോക്കാം. ടീൻ്റെയിൽ നമുക്ക് ഓക്കെ, യെസ്. അപ്പോൾ ടീൻ്റെത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് 2c ഈക്വൽ ടു 2 അല്ലെ? മൈനസ് രണ്ട് സൈഡിലും ഞാൻ ക്യാൻസൽ ചെയ്തു, മൈനസ് രണ്ട് സൈഡിലും ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ. ഓക്കെ, റെഡി. ദെർഫോർ സി 1 എന്ന് ഓൾറെഡി കിട്ടി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ഈക്വൽ ടു 0. വാട്ട് ഈസ് ദിസ്? 0. അപ്പോൾ എ 0 എന്ന് പറഞ്ഞാൽ എ ആരുടേതായിരുന്നു? എ. അപ്പോൾ വിക്ക് 0 ഉള്ളതുണ്ടോ? യെസ് ഉണ്ട്. ആൻസർ ഏതാ? ആൻസർ ഡി. ഇനി ബാക്കി അതിന് പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നുള്ളൂ. അടുത്തതിലേക്ക് പോകാം. In an experiment to find out the diameter of a wire using screw gauge, the following observations were noted. ഞാൻ വലുതാക്കാം. എന്താ പറഞ്ഞത്? സ്ക്രൂ ഗേജ് മൂവ്സ് 0.5 millimeter on main scale in one complete rotation. എന്താണ് സംഭവം? അതാണ് പിച്ച് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ പിച്ച് 0.5 millimeter എന്നാണ് ആദ്യത്തെ പറഞ്ഞത്. അടുത്ത ടോട്ടൽ ഡിവിഷൻസ് ഓൺ ദ സർക്കുലാർ സ്കെയിൽ 50. അപ്പോൾ n ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടെത്താം. P/n 0.5 ഡിവൈഡഡ് ബൈ 50. 0.5 ഡിവൈഡ് ബൈ 50 എത്രയാ? 0.01 millimeter. ഓക്കെ, അവിടെ കേട്ടെ. പിന്നെന്താ? മെയിൻ സ്കെയിൽ റീഡിങ് 2.5 millimeter. അപ്പോൾ MSR 2.5 millimeter.
45th next point നോക്കൂ. 45th division of the circular scale is in the pitch line എന്ന് വെച്ചാൽ നമ്മുടെ സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ദാറ്റ് ഈസ് PSR സോറി HSR കേട്ടോ. ഇതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ് നമ്മുടെ PSR. ഇത് HSR ഹെഡ് സ്കെയിൽ റീഡിംഗ്. ഹെഡ് സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 45. ഇറ്റ് ഈസ് 45. ഇൻസ്ട്രുമെന്റ് ഹാസ് -0 എറർ ഉണ്ട്. ഓക്കെ, അവിടെ കേട്ടെ. ദെൻ ഡയമീറ്റർ ഓഫ് ദ വയർ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡയമീറ്റർ ഓഫ് ദ വയർ. അപ്പോൾ നോക്കൂ, ഡയമീറ്റർ നോക്കൂ, ഡയമീറ്റർ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക? PSR പ്ലസ് HSR ഇൻറ്റു LC. HSR ഇൻറ്റു LC. ഇത് നമ്മൾ പിന്നെ ഒബ്സർവ്ഡ് റീഡിംഗാണ്. ഇനി നമുക്ക് ട്രൂ റീഡിങ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? സൈനോട് കൂടി എന്ന് വെച്ചാൽ ദിസ് മൈനസ്, ഓക്കെ നമുക്ക് ചെയ്യാം എന്നിട്ട് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു PSR എത്ര? 2.5 പ്ലസ് 45 ഇൻറ്റു LC 0.01. ഒക്കെ മില്ലിമീറ്ററിലാണ്, നോ പ്രോബ്ലം. അപ്പം 2.5 പ്ലസ് 0.45 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 59. ഓക്കെ, അത്രയും മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇതല്ല കേട്ടോ ആൻസർ ആയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ -0 എറർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയണം, അപ്പോൾ കറക്റ്റഡ് എന്ന് വെച്ചാൽ ഫൈനൽ റീഡിംഗ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2.95 മില്ലിമീറ്റർ മൈനസ് സൈനോട് കൂടി എറർ ഇവിടെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ -0.03 ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് ഇതിനായിട്ട് ആഡ് ചെയ്താൽ 2.98 മില്ലിമീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ C ഈസ് കറക്റ്റ്. ഓപ്ഷൻ C. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈസി അല്ലേ അത്? നോ പ്രോബ്ലം. അടുത്തതിലേക്ക് പോകാം. The maximum error in the measurement of resistance, current and time for which current flows in an electric circuit 1%, 2% and 3% respectively. Maximum percentage error in the detection of the dissipated heat will be. Okay. അപ്പോൾ H is equal to I square RT. ഇതല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഡെൽറ്റ H ഡിവൈഡഡ് ബൈ H that is equal to 2 into delta I by I plus delta R by R plus delta T by T. 2 into കറണ്ടിൻ്റെ എത്രടാ? ആദ്യം പറഞ്ഞത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ടിൻ്റെത് 2%. അപ്പോൾ 2% പ്ലസ് റെസിസ്റ്റൻസ് 1% പ്ലസ് ടൈം 3%. The answer is 458%. Yes, the percentage error is 8. 8 is the right answer. 8 is the right answer. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, ഇവിടെ ആദ്യം ഇവിടെ റെസിസ്റ്റൻസാണ് പറഞ്ഞത്. നമ്മൾ I2RT എന്ന് എഴുതിയിട്ട് ആദ്യം കാണുന്നത് പോയിട്ട് 1 പോയിട്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിലൊന്നുമില്ല. വാ, the dimensions of stopping potential V0 in the photoelectric effect in units of Planck's constant, speed of light C, okay, H, C, then gravitational constant and ampere is. ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എന്ന് എവിടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് പറയാം? അത് W/Q ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. ഏത് പൊട്ടൻഷ്യലാണെങ്കിലും മീൻസ് ഇലക്ട്രിസിറ്റിയിലെ ഏത് പൊട്ടൻഷ്യലാണെന്നെങ്കിലും നമുക്ക് വർക്ക് ഡൺ ബൈ ചാർജ്. ദർഫോർ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? mL²T⁻², ദെൻ ചാർജിൻ്റെത് AT. ഓക്കെ, ദർഫോർ ഐ ക്യാൻ റൈറ്റ്, നോക്കൂ ഞാൻ എന്ത് എഴുതും ഇവിടെ? ഇനീഷ്യലി എനിക്ക് എന്ത് എഴുതാം? V0 is equal to ഇവിടെ ആരൊക്കെ ടേമില്ല? H⁻⁴, പിന്നെ ആരാണ്? C⁻B,
ജി റേസ് ടു സി എ റേസ് ടു ഡി ഈ രൂപത്തിലേക്ക് വരണം. അപ്പോൾ ഇതിലൊന്നുമില്ല, പക്ഷെ നമുക്ക് ചെറിയ മിസ്സിങ് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ആൻസർ കിട്ടില്ല. നമ്മൾ വെറുതെ അതിൽ കടന്നിട്ട് നമ്മളെ സമയം എങ്ങനെ നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യ റൗണ്ടിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ചെറിയ മിസ്സിങ് വന്നാൽ നമ്മളത് ബാധിക്കും. രണ്ട് ഭാഗത്തും ഡയമെൻഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ എന്താ കിട്ടുക? എം എൽ സ്ക്വയർ എ റേസ് ടു -1 ടി റേസ് ടു -3. നോക്കൂ, ഞാൻ ഇങ്ങോട്ട് തന്നെ കൊടുക്കാം. യെസ്, എം എൽ സ്ക്വയർ എ റേസ് ടു -1 ടി റേസ് ടു -3 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി എച്ചിൻ്റെ ഡയമെൻഷൻ, എച്ച് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ ഇ ബൈ ന്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ എന്താ കിട്ടുക? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എനർജി ഡിവൈഡ് ഇൻറ്റു ടി. അപ്പോൾ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇവിടെ ടി റേസ് ടു -1. നോക്ക് ശരിയല്ലേ? റേസ് ടു എ. സി എൽ ടി റേസ് ടു -1 സ്പീഡ് റേസ് ടു ബി. അവിടെ സ്പേസ് ഇല്ല, ഞാൻ താഴേക്ക് എടുക്കാം. ഓക്കെ, ഇനി ആരാടാ? ഇനി ജി ആണ്. ജി ആരാ? എഫ് ഇസ് ഈക്വൽ ടു ജി m/2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m/2 അല്ലേ? എഫ് ആരാണ്? എഫ് എം എൽ ടി റേസ് ടു -2 ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ക്യൂ ബൈ ഡിവൈഡഡ് ബൈ m1 m2. അപ്പോൾ എം ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. അപ്പോൾ എം റേസ് ടു -1 ശരിയല്ലേ? എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 റേസ് ടു സി. ദെൻ എ റേസ് ടു എ കറൻ്റ് ആണ്. അപ്പോൾ റേസ് ടു ഡി. നോ പ്രോബ്ലം, റേസ് ടു ഡി. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ താരമുള്ളത്. എമ്മിന് ഇവിടെ എ ഉണ്ട്, അവിടെ -c ഉണ്ട്. ദെൻ എല്ലിനോ ഇവിടെ 2a ഉണ്ട്, പ്ലസ് ബി ഉണ്ട്, പ്ലസ് 3c ഉണ്ട്. അപ്പോൾ എം എൽ ടീക്ക് നോക്കൂ, -a -b -2c ദെൻ എ റേസ് ടു ഡി. ഓക്കെ, ഇവിടെ ഉള്ളത് എം എൽ സ്ക്വയർ എ റേസ് ടു -1 ടി റേസ് ടു -3. ഇപ്പൊ തന്നെ നോക്കൂ, കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? എ -c ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. എ -c ഈക്വൽ ടു 1. ശരി, അതുപോലെ 2a പ്ലസ് ബി പ്ലസ് 3c ഈക്വൽ ടു എല്ലിന് 2 ആണ്. ദെൻ ടീൻ്റെത് നോക്കൂ, മൈനസിന് അപ്പുറം ഇപ്പുറം ഉണ്ട്. ടി റേസ് ടു -3, അതുപോലെ അപ്പുറം കംപ്ലീറ്റ് മൈനസ് ആണ്. അപ്പം മൈനസിന് ഒഴിവാക്കിയാൽ എ പ്ലസ് ബി പ്ലസ് 2c ഈക്വൽ ടു എത്ര? ഇവിടെ ടിക്ക് 3. ഓക്കെ, ഇവ തമ്മിൽ നോക്കൂ, സബ്ട്രാക്ട് ചെയ്യും. ഇവ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ 2a എന്ന് എ പോയാൽ എ. അപ്പോൾ എ പ്ലസ് സി ഈക്വൽ ടു -1. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 അവരെ തമ്മിൽ ആഡ് ചെയ്താലോ? 1 + 2 കൊടുക്കുക. നമുക്ക് ഒരേ ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞത്. അതെന്താ അറിയോ? ഡി എൻ്റെത് ഇവിടെ -1 പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. എല്ലാത്തിലും ഉണ്ട് എ റേസ് ടു -1. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഏതോ ഒരാളെയും കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ a - c ഈക്വൽ ടു 1, a + c ഈക്വൽ ടു -1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 2a ഈക്വൽ ടു 0. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0. ആഹാ, ആരാ എ? എച്ച് റേസ് ടു എ. അപ്പോൾ എച്ചിൻ്റെ പവർ 0 ഉള്ളതുണ്ടോ? യെസ്, എച്ചിൻ്റെ പവർ ഇവിടെ 0 ആണ്. മതിയിടാ, കഴിഞ്ഞു, അവിടെ മതി. കാരണം അങ്ങനെ എച്ചിന് 0 ഉള്ള വേറെ ആരും ഇല്ല. അതോടുകൂടി ആൻസറായി. പിന്നെ മുന്നോട്ട് നമുക്ക് പോകേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. യൂസിങ് സ്ക്രൂ ഗേജ് ഓഫ് പിച്ച് 0.1 cm and 50 divisions on the circular scale, thickness of an object is measured. It should correctly be recorded as. പിച്ചും തന്നിട്ടുണ്ട്, 50 നമ്പർ ഓഫ് ഡിവിഷൻസിൽ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമുക്ക് അതിന് കണ്ടെത്താം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ P / N ആണ്. P എന്ന് പറഞ്ഞത് 0.1
സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 15. ഡിവൈഡഡ് ബൈ 15. അതിൽ നിന്ന് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് ആൻസറൊക്കെ പറഞ്ഞതല്ലേ. നോക്കാം. അപ്പോൾ ഇവിടെ ഇതെത്രയാണ്? ഇത് ഞാനിവിടെ മുകളിൽ 10 ആക്കി. അപ്പോൾ 10⁻⁻2 ഡിവൈഡഡ് ബൈ താഴെ 5 × 10 കൊടുത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻³ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 0.002 സെൻറ്റിമീറ്റർ. ഇവിടെ എല്ലാത്തിലും 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്, എല്ലാത്തിലും 3 തന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഒറ്റൊന്നുള്ളൂ. എന്താ? യെസ്, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എന്താ സംഭവം എന്നറിയോ? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ് അല്ലേ ലീസ്റ്റ് കൗണ്ട്. ആ ലീസ്റ്റ് കൗണ്ടിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും. അപ്പോൾ നോക്കൂ, ഇതിന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും എന്താ നിങ്ങൾക്ക് കിട്ടുക? അതൊരു അവസാനം നമുക്കൊരു ഓഡ് വാല്യൂ അല്ലല്ലോ കിട്ടുക, ഈവൺ നമ്പർ അല്ലേ കിട്ടുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ലീസ്റ്റ് കൗണ്ട് എന്താണോ ഇൻസ്ട്രുമെന്റിന്റെ, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൻസർ അല്ലേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. യു ഗോട്ട് ദ ഐഡിയ? ഓക്കെ. അപ്പോൾ ഇവിടെ ഡെസിമലൊക്കെ എല്ലാത്തിലും കറക്റ്റാണ്. പിന്നെ ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് ഇതിലേത് മാത്രമാണ്. കാരണം ഇതതിന്റെ മൾട്ടിപ്പിൾ അല്ല, ഇതല്ല നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. A ball is thrown vertically upwards with a velocity 20 meter per second from the top of a multi-story building. The height of the point from where the ball is thrown is 25 meter from the ground. The height to which the ball rises from the ground and the time taken before the ball hits the ground. എന്ന് വെച്ചാൽ നോക്കൂ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇതാണ് സിറ്റുവേഷൻ അല്ലേ. ഇത് 25 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. ദ ഹൈറ്റ് ടു വിച്ച് ദ ബോൾ. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതല്ലേ ആണല്ലോ. ഒന്ന് ഇതാണ്, പിന്നെ ഉള്ള ടൈമാണ്. ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തന്നെ ബാക്കിയുള്ള തീരുമാനമാവും. നോക്കൂ, ഇത് കാണാൻ പ്രശ്നമില്ല. ഇത് 25 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തിയാൽ നമ്മുടെ ആൻസർ ആയി അല്ലേ. ആ ഹൈറ്റ് കണ്ടെത്തിയാൽ മതി. ദാറ്റ് മീൻസ് യു നീഡ് ടു ഫൈൻഡ് ദിസ് ഹൈറ്റ്. ഞാൻ ഇതിനെ എസ് എന്ന് കൊടുക്കുക തൽക്കാലം. നമുക്ക് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 അല്ലേ? ആണ്. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി v square equal to u square minus 2gs എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ 0 equal to u square 20 square minus 2 × 10 × s. അപ്പോൾ 20s equal to 20 square. s is equal to 20 meter എന്ന് കിട്ടി. s 20 meter. Therefore capital H is equal to 20 plus 25 equal to 45 meter. അതൊന്നുള്ളൂ. അപ്പോൾ തന്നെ ബാക്കിയുള്ള ഇനി കണ്ടെത്തണം നിർബന്ധമില്ല. 45 മീറ്റർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അവിടെ തന്നെ തീരുമാനമായി. ഓക്കെ, റെഡി. നെക്സ്റ്റ്. ദ ഡിസ്റ്റൻസസ് ട്രാവേഴ്സ്ഡ് ഡ്യൂറിങ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ബൈ എ ബോഡി ഫാളിംഗ് ഫ്രം റെസ്റ്റ് സ്റ്റാൻഡ് ടു വൺ അനദർ ഇൻ ദ സെയിം റേഷ്യോ ആസ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് 1:, yes, ഓപ്ഷൻ ബി. വേറെ നോക്കല്ല. Starting from rest, moving with uniform acceleration, distances covered in successive equal intervals 1:3:5:7 etc. അടുത്തതിലേക്ക് പോകാം. A ball is thrown vertically upwards with a velocity of 19.6 meter per second from the top of a tower. The ball strikes the ground after 6 seconds. ഡയഗ്രം വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ എപ്പോഴും നല്ലത് ചെറിയൊരു ഡയഗ്രം ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, യെസ്. 19.6 മീറ്റർ പെർ സെക്കൻഡ്.
ഹൈറ്റ് തന്നിട്ടുണ്ടോ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ദ ബോൾ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് ആഫ്റ്റർ 6 seconds. ഓക്കെ, മനസ്സിലായി. ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അപ് ടു വിച്ച് ദ ബോൾ ക്യാൻ റൈസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഈ മാക്സിമം ഇതിനെ ക്യാപിറ്റൽ വെച്ച് കൊടുക്കുകയാണ്. യെസ്, അത് ക്യാപിറ്റൽ വെച്ച്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് k/5 മീറ്റർ. ദ വാല്യൂ ഓഫ് k എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് k എന്ത്? ഓക്കെ, യെസ്, ചെയ്ത് നോക്കാം. നോക്കൂ, നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ക്യാപിറ്റൽ എച്ച് ആണ്. ഈ ഹൈറ്റ് ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇത് നോക്കൂ, ഇനീഷ്യലി ബോൾ ഇവിടെയാണ്, ഫൈനലി ഇവിടെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതല്ലേ? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മക്കളെ ഓക്കെ ആണോ? ഇത് നമ്മൾ ആദ്യം കണ്ടെത്തുക. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ അത് കണ്ടെത്താൻ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എറിയുന്നത് എങ്ങോട്ടാ? മുകളിലേക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാ? താഴോട്ടാ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടേണ്ടത്. നെഗറ്റീവ് വാല്യൂ കിട്ടണം. നെഗറ്റീവ് വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ടെന്നാണ്. ഒന്നുകൂടെ പറയാം, ഞാൻ എറിഞ്ഞ മുകളിലേക്കാണ് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുകയാണ് കേട്ടോ. അതായത് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് തൽക്കാലം ഞാനിതിന് എസ് എന്ന് കൊടുക്കാം. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ 19.6t മൈനസ് അപ്വേർഡ് മോഷൻ ut മൈനസ് ഹാഫ് GT². ഹാഫ് ഇൻറ്റു ജീനെ 9.8 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു T². ദാറ്റ് ഈസ് ഈക്വൽ ടു 19.6t മൈനസ് 4. പിന്നെ ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പം 19.6 ഇൻറ്റു 6 മൈനസ് 4.9 ഇൻറ്റു 6² അല്ലേ? അപ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട്, പറയാം. അപ്പോൾ നമുക്കതിന് ഈസി ആയിട്ട് ഓരോരുത്തരുടെയും പിന്നെ പേഴ്സണലി അതൊക്കെ ഇങ്ങനെ മാറും കേട്ടോ. എനിക്കിപ്പോൾ മൈൻഡിൽ തോന്നിയൊരു ഐഡിയ ഞാൻ പറയാം. അപ്പം ഞാനിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ 6 ഇൻറ്റു 6 അല്ലേ? അപ്പോൾ ഇത് 19.6 ആണിത് അല്ലേ? 19.6 ആറിനുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 4.9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 19.6. 4.9 ഇൻറ്റു അതറിയില്ലേ? 9.8ൻ്റെ പകുതി അല്ലേടാ 4.9. അപ്പോൾ 4.9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ. അപ്പോൾ ഈ 6ന് എനിക്ക് എന്ത് ചെയ്താൽ 2 ഇൻറ്റു 3. ഈ 6ന് എന്ത് ചെയ്താൽ 2 ഇൻറ്റു 3. അതിൽ ഈ 2 ഇൻറ്റു 2 എത്ര? 4. ആ 4 ഇൻറ്റു 4.9 എത്രയായി? 19.6. പിന്നെ ഇതിൽ എത്ര ബാക്കിയുള്ളത്? 3 ഇൻറ്റു 3. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ എത്രയായി എന്നറിയോ? കൺഫ്യൂഷൻ ആയോ? 9 ഇൻറ്റു 19.6 ആയി. വേണം നോക്കിക്കോ. ഞാൻ 6നെ 2 ഇൻറ്റു 3 ആക്കി. അപ്പോൾ 2 2 ഇൻറ്റു 3 ആയി. അപ്പോൾ അതിൽ 2 ഇൻറ്റു 2 4. ആ 4 ഇൻറ്റു 4.9 19.6. അപ്പോൾ പിന്നെ 3 ഇൻറ്റു 3 9 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എത്ര? 6 19.6 മൈനസ് 9 19.6. അപ്പോൾ 9 19.6 6 19.6 പോയാൽ എത്ര? 3 19.6 വിത്ത് നെഗറ്റീവ്. മൈനസ് 3 ഇൻറ്റു 19.6. ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ നോക്കിട്ടോ, നിങ്ങളും നോക്കിക്കോ. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരരുത്. മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ആൻസറിലേക്ക് എത്തൂല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 3 6 18 8 ബാക്കി 1 9 27 28 ദെൻ ഒരു 3 3 2 5. യെസ്, ഓക്കെ. ഇതാണ് എസ് കിട്ടി. മൈനസ് കിട്ടി. ഓക്കെ, കറക്റ്റ്. മൈനസ് കിട്ടണം. മൈനസ് കിട്ടിയാലേ നമ്മൾ ചെയ്യുന്നത് ശരിയുള്ളൂ. പക്ഷേ എഴുതുമ്പോൾ നമുക്ക് ഇനി മൈനസ് ആവശ്യമില്ല. നമുക്ക് ഈ ഹൈറ്റ് പറയുമ്പോൾ നമുക്ക് 58.8 മീറ്റർ. പക്ഷേ നമ്മളെ കാര്യമില്ല. ഇനി നമുക്ക് ഇതും കൂടെ കിട്ടണം. ഓക്കെ, അത് കിട്ടാൻ നമുക്ക് വലിയ പ്രയാസമില്ല. കാരണം അവിടെ നോക്കൂ, മുകളിലേക്ക് എറിയാണ്. ഇവിടെ എത്തുമ്പോൾ v = 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കൂ, അവിടെ v² അത് 0² ഈക്വൽ ടു u² 19.6² മൈനസ് 2 9.8. അതിന് നമുക്ക് h എന്ന് കൊടുക്കാം, സ്മോൾ h. അപ്പം 19.6h ഈക്വൽ ടു 19.6² or h equal to 19.6 മീറ്റർ. ഓഹോ, അതും സെറ്റ്. ഇനി നമുക്കതിൻ്റെ ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ദെർഫോർ ക്യാപിറ്റൽ എച്ച് ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടടാ? 6 8 എത്രയായി? 14ക്ക് 4 ബാക്കി 1 10 10 18ക്ക് 8 ബാക്കി 1
2 2 5 7 78.4 ആണല്ലോ. ഓക്കെ, ഇനി എന്താണ് ഓപ്ഷൻ നോക്കടാ. ഇതിനെ K/5 അല്ലേ, K എന്താണെന്ന് ഓക്കെ നോക്കാം. കൊടുക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു K/5 കൊടുക്കൂ, ഈക്വൽ ടു K/5. അപ്പോൾ Kൻ്റെ വാല്യൂ അല്ലേ വേണ്ടത്. അപ്പോൾ K ഈസ് ഈക്വൽ ടു 5 × 78.4 സെറ്റാണോ നോക്കാം. 4 × 20, ബാക്കി 2, 8 40, 40ഉം 2ഉം 42, ബാക്കി 4 35, 35 4 39. 392 ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, അടുത്തതിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ. Figure gives a xt plot of a particle executing one-dimensional simple harmonic motion. Mark the correct combination signs of position, velocity, acceleration variable. ഇത് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ അഡീഷണൽ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. മീൻസ് അവിടെ ഉള്ള പ്രീവിയസ്ലി ജെയ്ക്ക് ചോദിച്ചതാണ്, പക്ഷേ ആ ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ദർ. ഓക്കെ, ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇത്ര മതി മനസ്സിലാവാൻ. ഇത് ഏറ്റവും ഞാനിത് ചെയ്യാൻ പോകുന്ന ഐഡിയ എന്ന് വെച്ചാൽ ഈ ഡയഗ്രാം നോക്കിയിട്ട് തന്നെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഡയഗ്രാം നോക്കി പറയാം. ഇതൊക്കെ ഇത് ടൈമും ഇവിടെ പൊസിഷനാണ്. ഗ്രാഫിൽ തന്നിട്ടുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തത് 0.3 സെക്കൻഡിൽ എന്തൊക്കെയാണ്. അപ്പോൾ 0.3 സെക്കൻഡ് നമുക്കാണ് മാർക്ക് ചെയ്യാം. 0.3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സംവർ ഓവർ ഹിയർ ഉണ്ടോ ഈ പോയിന്റ്. അപ്പോൾ ഇതാ ഇവിടെ എങ്ങനെ ആയിട്ട് വരും. ഓക്കെ, ആ പോയിന്റിൽ പൊസിഷൻ നെഗറ്റീവ് ആണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതാ ഇവിടെ പൊസിഷൻ നെഗറ്റീവ് ആണ്, അപ്പോൾ അത് കറക്റ്റാ, നോ പ്രോബ്ലം. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ആ പോയിന്റിൽ പൊസിഷൻ നെഗറ്റീവ് ആണ്, അപ്പോൾ അത് പ്രശ്നമില്ല. വെലോസിറ്റി നെഗറ്റീവ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ അവിടെ ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത് നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ദിസ് ഈസ് ഓക്കെ. നൗ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി കിട്ടി, ശരിയല്ലേ, നെഗറ്റീവ് വെലോസിറ്റി. തൊട്ടടുത്ത പോയിന്റിലേക്ക് നോക്കൂ നിങ്ങൾ. തൊട്ടടുത്ത പോയിന്റിലേക്ക് പോയാൽ ആ നെഗറ്റീവ് സ്ലോപ്പ് ചെറുതാവില്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ -4 ആണെങ്കിൽ തൊട്ടടുത്ത പോയിന്റിൽ -2 അല്ലേ ആവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇവിടുത്തെ വെലോസിറ്റി -4 ആണെങ്കിൽ തൊട്ടടുത്തൊരു പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്താൽ അവിടെ ഒരു -3യോ -2 ഒക്കെ അല്ലേ വരിക. മനസ്സിലായോ? അല്ലെങ്കിൽ തൊട്ട മുമ്പുള്ളൊരു പോയിന്റ് എടുത്ത് നോക്കൂ, അവിടെ സ്ലോപ്പ് കുറച്ചും കൂടി വലുതാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് സ്ലോപ്പാണ് വലുത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് -4 ആണ് വെലോസിറ്റി എങ്കിൽ ഇവിടെ -6 ആയിരിക്കാം, ഇവിടെ നിങ്ങൾക്ക് -2 ആയിരിക്കാം. ശരിയാണോ? അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയ ഞാൻ പറയുമ്പോഴേ ഇത് ഇത്ര വലുതുള്ളൂ കേട്ടോ. കാര്യം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയാണ്. നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ഈ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് വെലോസിറ്റി നോക്കൂ, -6 എന്ന് -2 ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ, -2 -6 ഡിവൈഡഡ് ബൈ Δt. ഇതാണല്ലോ ആക്സലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നോക്കൂ, ഇതെന്താവും, മൈനസ് ഉള്ള ഇവിടെ പ്ലസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ കിട്ടുക, പോസിറ്റീവ്. എന്ന് വെച്ചാൽ ആക്സലറേഷൻ എന്താ കിട്ടുക, പോസിറ്റീവ്. പക്ഷെ ഇവിടെ എന്താ കൊടുത്തത്, നെഗറ്റീവ്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഇത് ശരിക്കും ഒന്നുകൂടി മനസ്സിലാക്കിട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലായിക്കോ. ഇത് തന്നെയാണ് ഇനി ബാക്കിയുള്ളതിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഞാൻ പറയുമ്പോഴേ ഇത് ഇത്ര ലെങ്തി ഉള്ളൂ. ഇത് പെട്ടെന്ന് മനസ്സിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് തന്നെ ഏറ്റവും പെട്ടെന്ന് അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ, അടുത്ത് നോക്കാം നമുക്ക്. T = 1.2 സെക്കൻഡ്. 1.1 ഇത്, അപ്പോൾ 2 1.2 എന്ന് പറഞ്ഞാൽ സംവർ ഓവർ ഹിയർ നോക്കാം. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ പൊസിഷൻ
ഗ്രേറ്റർ ദാൻ 0 കറക്റ്റ് ആണ്, പോസിറ്റീവ് ആണ് പൊസിഷൻ. ദെൻ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 0, കാരണം ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ പോസിറ്റീവ് സ്ലോപ്പാണ്, അതും കറക്റ്റാണ്. ഇനി ആക്സിലറേഷനാണ് നോക്കേണ്ടത്. നോക്കൂ, ഇവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ പോണതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ടാൻജൻറ്റ് പോസിറ്റീവ് സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞു വരിക അല്ലേ? അപ്പോൾ ഫൈനൽ വെലോസിറ്റി ചെറുതും ഇനീഷ്യൽ വെലോസിറ്റി വലുതും, അപ്പം നെഗറ്റീവാണ് കിട്ടുക. ഇവിടെ നോക്കൂ പോസിറ്റീവ് എന്നാണ് കൊടുത്തത്. കാരണം ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പോണതനുസരിച്ച് നോക്കൂ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞു വരില്ലേ? പോസിറ്റീവ് സ്ലോപ്പ് കുറയുന്നു. അപ്പോൾ യെസ്, അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് അല്ല, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ ഇതന്നെയാണ് ഇവിടെ രണ്ടിലും തെറ്റ്. ഓക്കെ, അടുത്ത നോക്കൂ, t -1.2 സെക്കൻഡ്. -1 അപ്പോൾ -1.2 എന്ന് പറഞ്ഞാൽ സംവർ ഓവർ ഹിയർ. ഓക്കെ, ആ പോയിന്റ് നോക്കാം. അവിടെ പൊസിഷൻ ഗ്രേറ്റർ ദാൻ 0, അതന്നെ പോയി. ഇവിടെ പൊസിഷൻ നെഗറ്റീവ് അല്ലേ? അല്ല, അയ്യോ ഇവിടെ ഇതാണ് പൊസിഷൻ ഗ്രേറ്റർ ദാൻ 0. അതെ, ഇവിടെയും ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അത് അതിന് നോക്കണ്ട, അത് തെറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ആരാ? ഓപ്ഷൻ ഡി ആയിരിക്കും. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യണം, കാരണം ഈ ക്വസ്റ്റൻ ആയതുകൊണ്ട് ചെക്ക് ചെയ്യണം. t -0.3 അല്ലേ? അപ്പോൾ 0 ഇവിടെ -0.3 എന്ന് പറഞ്ഞാൽ സംവർ ഓവർ ഹിയർ. യെസ്, ഓക്കെ. അവിടെ എക്സ് പോസിറ്റീവ്. ഓക്കെ, കറക്റ്റ്, പൊസിഷൻ പോസിറ്റീവ് ആണ്. വെലോസിറ്റി നെഗറ്റീവ്, കാരണം ടാൻജൻറ്റ് വരച്ചാൽ നോക്കുക നെഗറ്റീവ് സ്ലോപ്പ്, അപ്പോൾ അതും കറക്റ്റാണ്. ആക്സിലറേഷൻ ലെസ് ദാൻ 0, നെഗറ്റീവ് എന്നാണ് പറഞ്ഞത്. നോക്കാം. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ ഇങ്ങോട്ടാട്ടാ വരിക, കാരണം 0.3 സെക്കൻഡ്, പിന്നെ 0.2 സെക്കൻഡ്, 0.1 സെക്കൻഡ്, 0 സെക്കൻഡ്, 1 സെക്കൻഡ്, അങ്ങനെയല്ലേ പോവാ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, താഴോട്ട് ഇങ്ങനെ പറയണ്ടേ, ഇങ്ങോട്ട് പറയുമ്പോൾ നോക്കൂ ആക്സിലറേഷൻ സ്ലോപ്പ് എന്താ? ഓൾറെഡി സ്ലോപ്പ് എന്താണ് ഇവിടെ? സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആ നെഗറ്റീവ് സ്ലോപ്പ് കൂടുന്നു. നെഗറ്റീവ് സ്ലോപ്പ് കൂടിയാൽ എന്താ സംഭവിക്കുക? -6 -2. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? നെഗറ്റീവാണ് കിട്ടുക. കണ്ടാ? അതായത് ഇവിടെ -6, ഇവിടെ -2, അല്ലെങ്കിൽ ഇവിടെ -2 എന്ന് വിചാരിച്ചോ. അപ്പോൾ -2ൽ നിന്ന് -6ലേക്ക് വരുന്നു. ഫൈനൽ വെലോസിറ്റി -6 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി -2 ഡിവൈഡഡ് ബൈ ΔT. കണ്ടാ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടുക? ഇവിടെ യു വിൽ ഗെറ്റ് നെഗറ്റീവ് വാല്യൂ, ഹിയർ യു വിൽ ഗെറ്റ് നെഗറ്റീവ് വാല്യൂ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഓക്കെ. അപ്പോൾ അത് NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ അടിപൊളി അല്ലേ? ചെറുതാണെങ്കിലും നമ്മൾ അത്യാവശ്യം വെറുതെ 2-3 വട്ടം ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകുന്ന സാധനമാണ്. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് അടുത്തതിലേക്ക് പോവാം. എ ബലൂണിസ്റ്റ് റിലീസസ് എ ബാലാസ്റ്റ് ബാഗ്, മീൻസ് ഒരു ഹാർഡ് ബാഗ് എന്ന് വെച്ചാൽ മതി. ഫ്രം എ ബലൂൺ റൈസിങ് 40 meters per second at the time when the balloon is 100 meters above the ground, then bag reaches the ground in. അപ്പോൾ ബലൂണ് ഓക്കെ നോക്കൂ, ബലൂണ് മുകളിലേക്ക് പോയി സപ്പോസ് ഈ ഒരു പോയിന്റ് നിന്നാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. റിലീസസ് ഓക്കെ ബാഗ് ഓക്കെ 40. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റിലീസ് ചെയ്താലും അവിടുന്ന് നേരെ താഴത്തേക്കല്ല വരിക, കാരണം ബലൂൺ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബലൂൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബലൂണിൽ നമ്മൾ സാധനം ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ ആ ബലൂണിന്റെ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റി തന്നെ ആയിരിക്കും ബലൂണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെയും വെലോസിറ്റി. അപ്പൊ ബലൂണിന്റെ വെലോസിറ്റി എന്താ? മുകളിലേക്ക് 40 meters per second. അപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് ചാടാനിരിക്കുന്ന ബോഡിയുടെയും ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 40 meters per second മുകളിലേക്ക്. അതുകൊണ്ട് തന്നെ ആ ബോഡി എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? അതിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ലേശം മുകളിലേക്ക് പോയി എന്നിട്ടാണ് അത് താഴേക്ക് വരിക ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു പാത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഇവിടുന്ന് എന്താ ഒന്നുകൂടെ റീച്ചസ് ദ ഗ്രൗണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ അപ്പോൾ അവരുടെ നോക്കൂ ഫൈനൽ പൊസിഷൻ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത് 100 meter എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കൂ, ഇനീഷ്യലി ബോഡി എങ്ങോട്ടാ പോണ്? അപ്വേർഡ് ഡിറക്ഷനിൽ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? താഴോട്ട്. ഓക്കെ, വാ
അപ്പോൾ വീണ്ടും h is equal to ut plus ut minus half gt square. Upward motion h is equal to ut minus half gt square. ut minus half gt square. ഇവിടെ h അറിയാം. h എത്ര പറ എത്ര പേര് കറക്റ്റ് ആവും നോക്കാം. h എത്ര 100 അല്ലേ? അപ്പോൾ 100 എന്നല്ലേ എഴുതണ്ടേ? അല്ല, -100 എന്ന് എഴുതണം മൈ ഡിയർ സ്റ്റുഡൻസ്. കാരണം എന്താ, എറിഞ്ഞത് മുകളിലേക്ക്, ഇത് താഴോട്ടാ. -100 എഴുതണം, അല്ലെങ്കിൽ തെറ്റിപ്പോട്ടാ. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഇത്തരം ക്വസ്റ്റ്യനിൽ. നോക്കാം നമുക്ക്. യു എത്ര? 40. ടൈമാണ് ചോദ്യം. ഓക്കെ, -½ × 10 × t സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞാൻ 5t സ്ക്വയറിനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ 5t സ്ക്വയർ -40t -100 = 0. or t square minus 8t minus 20 = 0. ഓക്കെ, ഇനി ടീൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ t മൈനസ് സംതിങ് ഈക്വൽ ടു 0. റെഡിയില്ല? 10ഉം 2ഉം കൊടുത്താൽ നോക്കാം. 10 2. അപ്പം ശരിയല്ലേ? 2 × -10 -20 -8. റെഡി? ഓർ t is equal to 10 seconds. ഓപ്ഷൻ സി is the right answer. ഓപ്ഷൻ സി is correct. മനസ്സിലായല്ലോ? സെറ്റ്. അടുത്തതിലേക്ക് പോവാം. എ ട്രെയിൻ ഈസ് മൂവിങ് ഈസ്റ്റ് at a speed of 5 meters per second. A bullet fired westwards with velocity 10 meters per second crosses the train in 8 seconds. The length of the train. ഒന്നുമില്ല, ട്രെയിനിൻ്റെ ഓപ്പോസിറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞില്ലേ? ട്രെയിൻ പോകുന്നത് ഈസ്റ്റിലേക്ക്, വെസ്റ്റിലേക്കാണ് ബുള്ളറ്റ് പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്യണം, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്താ ടൈം, എന്താ ലെങ്ത് ഇല്ലേ? ലെങ്ത്. അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു വെലോസിറ്റി വി ടി ആണ്. അപ്പോൾ വി ടി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ പ്ലസ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഇൻറ്റു ടി. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 10 പ്ലസ് 5 ഇൻറ്റു 8, 15 × 8 എത്ര? 8 40 120 മീറ്റർ. യെസ്, ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. 120 മീറ്റർ. നെക്സ്റ്റ്, two bodies of masses m1 m2 fall from heights h1 and h2 respectively. The ratio of their velocities when they hit the ground. അതെന്ത് സിമ്പിൾ. v is equal to velocity in the root of 2gh. അപ്പോൾ v1 ഡിവൈഡഡ് ബൈ v2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് h1 ഡിവൈഡഡ് ബൈ h2. 2g കോൺസ്റ്റന്റ് അല്ലേ? യെസ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി. അടുത്തതിലേക്ക് പോകാം. ഇൻ ദ വി ടി ഗ്രാഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 5 സെക്കൻഡ്. ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ പോസിറ്റീവായിട്ടാണ് എല്ലാത്തിനും എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ½ × 1 × -20. അപ്പോൾ ഇവിടെ ഇത് 10, ഇത് 10, ഇത് മൊത്തത്തിൽ എത്ര? 3 × 20. ഇത് മൊത്തത്തിൽ 60. അപ്പോൾ ഇതോ ½ × 2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തു. 20. അപ്പോൾ എത്രയാടാ? 60 80 90 100. 100 is the right answer. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഡിസ്റ്റൻസ് ആകുമ്പോൾ ഫുൾ പോസിറ്റീവ് ഏരിയ, ഫുൾ നെഗറ്റീവ് പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, നെക്സ്റ്റ്. A ball is thrown up vertically with a certain velocity so that it reaches a maximum height h. Find the ratio of times in which it is at a height h by 3 while going up and coming down. മനസ്സിലായില്ല? ഒന്നുകൂടി വായിക്കട്ടെ. A ball is thrown vertically up with a certain velocity so that it reaches a maximum height h. Ready? Find the ratio of time in which it is at h by 3 while okay ready going up and going down. എന്ന് വെച്ചാൽ മക്കളെ എത്ര ഉള്ളൂ, നമ്മൾ ഒരു ബോർഡിനെ ഇവിടുന്ന് എറിയാണ് മുകളിലേക്ക് എറിഞ്ഞ്. ഓക്കെ, അങ്ങനെ അത് മുകളിൽ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ്.
തിരിച്ചത് ഇതാ ഇങ്ങനെ വന്നു. യെസ്. അപ്പം മുകളിലേക്ക് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അത് പാസ് ചെയ്ത് അതേ ഹൈറ്റിൽ തന്നെ താഴേക്കും വരുമല്ലോ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലെവല്, യെസ്, അതാണ് ആ പർട്ടിക്കുലർ ലെവൽ എന്ന് വിചാരിക്കുക. അതിവിടെ എത്ര പറഞ്ഞത്? h/3. h/3. അപ്പോൾ ഇത് h/3 ആണ്. h/3. h എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. h ടോട്ടലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ. അപ്പോൾ ഇതെന്താ സംഭവം? ഒന്ന് ഈ ടൈമാണ് T1, 2 ഇതിങ്ങനെ പോയിട്ട് നോക്കുക ഇവിടെ തടുക്കുന്ന ടൈം അത് T2. ഈ T1ന്റെയും T2ന്റെയും റേഷ്യോനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടൈംസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് അറ്റ് ഹൈറ്റ് h/3 വൈൽ ഗോയിങ് അപ്പ് ആൻഡ് യെസ്, എക്സാക്ട്ലി ഇതാണ് സംഭവം. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ, നോക്കിക്കോ. ആദ്യം നമ്മൾ ആ എച്ചിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ മാക്സിമം ഹൈറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. കാരണം ഞാൻ എച്ചിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലേ ഉദ്ദേശിച്ചത് ഞാൻ എച്ചിനുള്ള ഇക്വേഷൻ അല്ല, ഞാൻ ശരിക്കും ഉണ്ടാക്കുന്നത് യുക്കുള്ള ഇക്വേഷൻ. യു ഏത് ഇനീഷ്യൽ സ്പീഡിലാണ് ഞാൻ എറിഞ്ഞത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? ഏത് ഇനീഷ്യൽ സ്പീഡിലാണ് എറിഞ്ഞത്, ഇതാ യുവിൻ്റെ ഇക്വേഷനാണ് ശരിക്കും എനിക്ക് വേണ്ടത്. അത് ഇൻ ടേംസ് ഓഫ് എച്ച് പറയാം. അത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇടാം, ഇവിടുന്ന് താഴോട്ടുള്ളത് ആലോചിക്കുക. ടൈം ഓഫ് അസെൻഡ് ടൈം ഓഫ് ഡിസെൻഡ് ഈക്വൽ. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0, താഴേക്ക് ഈ ഹൈറ്റ് കവർ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താണോ അതായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള വെലോസിറ്റി. അതെത്രടാ? √2gh. മനസ്സിലായില്ലേ? മനസ്സിലായി ഇല്ല? അതെ, √2gh. ഇനി മനസ്സിലാകത്തുള്ളൂ ഒന്നുകൂടെ. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുക, അത് എച്ച് ഹൈറ്റ് കവർ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര? v √2gh. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവണമെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കണം? √2gh. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണം അറിയാം മക്കൾ? അങ്ങോട്ട് നോക്കും. ഇവിടെ നിന്നുള്ള ഇതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാ. അതായത് ഇവിടെ നിന്ന് എറിഞ്ഞു, ഇവിടെ എത്തുമ്പോൾ ഇത് h/3 ആണ്. h/3. അപ്പോൾ h മീൻസ് s = ut - ½ എന്നുള്ള ഇക്വേഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. അത് നമുക്ക് നോക്കാം. ഞാൻ ചെയ്യുമ്പോൾ അതേപോലെ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. ലെറ്റ് മീ ചേഞ്ച് ദ കളർ ഫസ്റ്റ്. ഓക്കെ, നോക്കാം. അപ്പം ഞാൻ മുകളിലേക്ക് എറിയാണ്. അപ്പോൾ h/3 ഡിസ്പ്ലേസ്മെന്റ് h/3 കാണുന്നുണ്ടല്ലോ. ഓക്കെ, h/3. ദെൻ ut. അപ്പോൾ ut √2gh ഇൻറ്റു ടി. ആ ടിക്ക് 2 വാല്യൂ ഉണ്ട്. കാരണം ഇതേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും, താഴേക്ക് വിടത്തുമ്പോഴും ഇതേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ടിക്ക് 2 വാല്യൂസ് വരുവേ, T1 T2 വരും. ഓക്കെ, അപ്പോൾ ut -12g t², -12g t². h ut -12g t². സെറ്റാണ്. ഓക്കെ, ഞാൻ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് സ്റ്റൈലാക്കി എഴുതുകയാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് സ്റ്റെമ ½ GT². GT² ഇങ്ങോട്ട് കൊണ്ടുവന്നു. -√2gh ഇൻറ്റു ടി പ്ലസ് h/3 = 0. അപ്പോൾ h² + bh + c ഫോർമാറ്റിൽ എഴുതിയിട്ടാ. ഇനി നോക്കുക, അതിൻ്റെ 2 റൂട്ടല്ലേ, ആ റൂട്ട് നോക്കും ഞാൻ അങ്ങനെ കൊടുക്കട്ടോ. T1/T2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ T is equal to T എന്ന് പറഞ്ഞത് -b ± √b² -
നമ്മളെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a അല്ലേ? ഓക്കെ ആയിക്കോ. അപ്പോൾ 2a ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് പോകും. നല്ലോണം ശ്രദ്ധിക്കണേ. ഈ ടിയുടെ 2 റൂട്ടാണ് T1 T2 എന്ന് ഞാൻ കൊടുത്തത്. ടീൻ്റെ 2 റൂട്ട് T1 T2. അപ്പോൾ T1 ആരാ? T1 നോക്കൂ, ഞാൻ കൊടുക്കാം മൈനസ് ബി ആരാ? ഓക്കെ, മൈനസ് ക്യാൻസൽ ചെയ്ത് അപ്പോൾ റൂട്ട് ഓഫ് 2gh. ഇനി ന്യൂമറേറ്ററിൽ പ്ലസ്, ഡിനോമിനേറ്ററിൽ ഞാൻ മൈനസ് ബി മൈനസ് രണ്ടാമത്തെ റൂട്ട് ഡിനോമിനേറ്ററിൽ കൊടുത്ത്, പിന്നെ ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ റൂട്ട് ഓഫ് ബി സ്ക്വയർ അപ്പോൾ 2gh. അപ്പോൾ ഇവിടെ ഉണ്ട് ബി സ്ക്വയർ 2gh, ബി സ്ക്വയർ മൈനസ് 4ac എത്ര g/2 ag/2 ഇൻറ്റു c h/3 h/3. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്താൽ നമ്മളിത് ശരിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ അഗെയിൻ റൂട്ട് ഓഫ് 2gh മൈനസ്, ഇവിടെ നോക്കുക എന്താ അവിടുത്തെ അവസ്ഥ? 2 കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 2gh/3 അല്ലേ? അപ്പോൾ 2/3gh ആണിത്. ഇവിടെയും 2/3gh, 2gh എന്ന്. അപ്പോൾ 2 മൈനസ് 2/3 എത്ര നോക്കാം? 2 മൈനസ് 2/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 4/3. ഓക്കെ, അപ്പോൾ 4/3gh ആയിരിക്കും ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. 4/3gh. ഇത് പ്ലസ് ഇവിടെ റൂട്ട് ഓഫ് 2gh മൈനസ് 4/3gh. ഓക്കെ, gh നമുക്ക് പുറത്ത് കോമൺ ആയിട്ട് എടുത്തത് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ബാക്കി ആരുണ്ടാവുക? ഇവിടെ റൂട്ട് 2. അപ്പോൾ റൂട്ട് 2 പ്ലസ് റൂട്ട് 4/3 വരൂലേ? അപ്പോൾ ആ റൂട്ട് 3നെ എങ്ങോട്ട് കൊടുത്തു? അപ്പോൾ റൂട്ട് 6, 2 × 3 6 പ്ലസ് റൂട്ട് 4 ഹോൾ ഡിവൈഡഡ് ബൈ, അവിടെ റൂട്ട് 3 ഉണ്ടാവും. ആ റൂട്ട് 3 ഡിനോമിനേറ്ററിലുണ്ടാവും. അത് കട്ട് ചെയ്ത് പോവും. നോക്കാം. അപ്പോൾ ഇവിടെയും സെയിം റൂട്ട് 6 മൈനസ് റൂട്ട് 4. ആൻസറിൽ ഇങ്ങനെ മാത്സ് 2 എല്ലാത്തൊന്നും കട്ട് ചെയ്ത് നോക്കുക, എന്താ കിട്ടുക? അപ്പോൾ 2 കോമൺ ആയിട്ട് പുറത്തെടുത്ത്, അപ്പോൾ റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2. ഇതുണ്ടല്ലോ. യെസ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി തന്നെയല്ലേ ആൻസർ? ഓക്കെ അല്ലേ? അതിനേക്കാളും സിമ്പിളായിട്ടൊരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാം. നോ പ്രോബ്ലം. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അതിലൂടെ തന്നെയാണ് മുഴുവനാക്കിയതാണ്. ഓക്കെ, യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 20th question. A juggler throws balls vertically upwards with the same initial velocity in air. Juggler. When the first ball reaches its highest position, he throws the next ball. Okay. ഫസ്റ്റ് ബോൾ ഹയസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ രണ്ടാമത്തെ ബോൾ. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലേക്ക് എടുക്കുന്ന ടൈം എത്രടാ? u/g. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ u/g. ഓക്കെ, u സ്പീഡിൽ എറിഞ്ഞ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം u/g. അത് റെഡി. ഇനി അത് മുകളിൽ എത്തുമ്പോഴാണ് അടുത്ത ആൾ എറിയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോൾ മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുത്ത ടൈം u/g സെക്കൻഡ്. ആ സമയത്ത് രണ്ടാമത്തെ ബോൾ എറിഞ്ഞു. യെസ്. അസ്യൂമിങ് ജഗ്ലർ ത്രോസ് n balls per second. അപ്പൊ n ബോൾസ് അയാൾ എറിയുണ്ടെങ്കിൽ n എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, അപ്പോൾ നമ്പർ ഓഫ് ബോൾസ് പെർ സെക്കൻഡ്, അത് ഈക്വൽ ടു എന്താ? ഒരു ബോള് ഹയസ്റ്റിൽ എത്താൻ എടുക്കുന്ന ടൈം, അതിന്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു g/u.
ഇതാണ് ഇതിലെ പോയിന്റ് കേട്ടോ. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇത് ചെയ്യാം. കാരണം ഞാൻ ആൻസർക്ക് ആദ്യം നോക്കിയാണ്, ആൻസർ എന്നിൻ്റെ ടേമിലാണ്. അപ്പം എന്നിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരൽ നിർബന്ധമാണ്. ഇനി നമ്മളൊരു ചോദ്യം എന്താ അറിയാം, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്, u²/2g ആണ്. പക്ഷെ ഇങ്ങനെ ആൻസർ അതിലില്ല. അപ്പോൾ അത് എന്നിൻ്റെ ടേമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലെ യുവിനെ എന്നിലേക്ക് മാറ്റണം. അത് u = g/n. അപ്പോൾ കഴിഞ്ഞു. g² / n² × 2g. ഒരു g കട്ട് ചെയ്തു. അപ്പോൾ h = എന്താ, h = g / 2n². ഓക്കെ, ഇനി നമുക്ക് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യെസ്, 21. A ball is released from the top of a tower of height h meters. It takes t seconds to reach the ground. That means like this. Okay, താഴേക്കെത്താണ് t seconds. The position of the ball at t/3 second is x/h/9. t/3 എന്ന് വെച്ചാൽ somewhere over here ഞാൻ മാർക്ക് ചെയ്യാണ്. ഇത് എത്ര പറഞ്ഞത്, ഇത് x/h/9. അതിനടുത്ത ടൈം t/3. പക്ഷേ ഈ ഹൈറ്റ് ഇവിടുന്ന് കേട്ടോ, ഗ്രൗണ്ടിൽ നിന്നാണ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫ്രം ഗ്രൗണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സാധാരണ നമ്മൾ കാൽക്കുലേഷൻ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതായിരിക്കും വേണ്ടി വരിക. പക്ഷെ ഇവിടെ അതല്ല ക്വസ്റ്റിൽ തന്നെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എക്സിൻ്റെ വാല്യൂ കാണാനാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യാം നോക്കട്ടെ ഒന്നുകൂടെ. പൊസിഷൻ ഓഫ് ദ ബോൾ അറ്റ് t = t/3. ഓക്കെ, യെസ് മക്കളെ നോക്കൂ. അപ്പോൾ നമ്മൾ ആ എച്ചിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ആ എച്ചിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഈ എച്ചിനുള്ള ഇക്വേഷൻ കേട്ടോ. നോക്കൂ, ആ എച്ച് എന്ന് പറയുന്നത് h = ut0, അത് പോയി ½ g t². അപ്പോൾ ടി ഇവിടെ നോക്കൂ, t/3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ t/3². ഒരു സെക്കൻഡ്, മാത്രമല്ല ഒരു കാര്യം കൂടി ക്വസ്റ്റ്യൻ എച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എച്ച് എന്ന് പറഞ്ഞാൽ ആ എച്ച് അല്ല ഈ എച്ച്. അപ്പോൾ ഇതിന് h' എന്ന് കൊടുക്കണം, അല്ല ഞാൻ കൺഫ്യൂഷൻ ആവും. നോക്കൂ, ഇത് h', therefore this is h'. h എന്ന് പറയുന്നത് മൊത്തം h. അപ്പോൾ ആ എച്ചിനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതുക, ആ എച്ചിനുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, h = ½ g t² ആണ്. അപ്പോൾ h' നോക്കൂ, ½ g t² × 1/9. ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ, h/9. h കാരണം ദിസ് ഈസ് h. അപ്പോൾ h/9 എന്ന് കിട്ടി. നൗ എവറിത്തിങ് സെറ്റ് ഐ തിങ്ക്. ഇനി ഈ h' h/9. ഓക്കെ, യെസ്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ. ഓക്കെ, ദിസ് ഈസ് h/9. അതിൽ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. അതായത് ഇത് h/9 എന്നാണ് ഇപ്പോൾ കിട്ടിയത്, പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നത് ഇത് ആണ് തന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ദാറ്റ് നമുക്ക് അത് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ ക്യാപിറ്റലേഷൻ തൽക്കാലം കൊടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു എന്താ എഴുതുക, h - h/9 ഈക്വൽ ടു എത്ര, 8h/9. ആ 8h റെഡി 8h/9 ആണ് ക്വസ്റ്റ്യനിൽ തന്ന xh/9 എന്ന് പറഞ്ഞത്. ദെർഫോർ കിട്ടി x ഈസ് ഈക്വൽ ടു എത്ര, 8 ഈസ് ദ റൈറ്റ് ആൻസർ. x ഈസ് 8. ന്യൂമറിക്കൽ ആൻസർ ആണ്. x ഈസ് 8. മനസ്സിലായില്ലടാ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത് എന്തൊക്കെ എന്താ സിമ്പിൾ ആണല്ലോ, നോക്കാം. സിൽവർ വയർ ഹാസ് മാസ്, റേഡിയസ്, ലെങ്ത്, മാക്സിമം പെർസെൻറ്റേജ് ആണ് മെഷർമെൻറ്റ് ഓഫ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. വോളിയം എന്ന് പറഞ്ഞാൽ πr²h, സിലിണ്ടർ ആണ്. അപ്പോൾ Δρ/ρ ഈക്വൽ ടു Δm/m പ്ലസ് 2 × Δr/r പ്ലസ് Δh/h. Δm എത്രയാണ്, 0.006 ഡിവൈഡഡ് ബൈ 0.6 × 100% പ്ലസ് 2 × Δr, റേഡിയസ് 0.005 divided by 0.5 into 100% plus 0.04 divided by 4 into 100%.
അപ്പോൾ 100 ഇൻറ്റു 0.06 0.6 by 0.6 1%, പ്ലസ് ഇവിടെ അഗെയിൻ 1 ഇൻറ്റു 2 അപ്പോൾ 2%, പ്ലസ് 1%, അപ്പോൾ എത്രയാടാ 4 അല്ലേ? 4% is the final answer. 4 is the right answer. അടുത്തത്, the resistance R is equal to V by I where okay percentage error in R. അപ്പോൾ ഡെൽറ്റ ആർ എത്രയാണ്? 2 by 50 into 100 പ്ലസ് 0.2 divided by 20 into 100. അറിയാലോ ഇതൊക്കെ എത്ര ഫേമസ് സാധനം. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഒരു 0 കട്ട് ചെയ്തു, 20 4% പ്ലസ് 0 കട്ട്, ദെൻ അപ്പോൾ 2/2 1 5% ഈസ് ദ ഫൈനൽ ആൻസർ. 5%. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് സ്ലാബ്. If 40 divisions are there in 1 centimeter on main scale, അപ്പോൾ MSD എന്ന് പറഞ്ഞത് 1/40 centimeter MSD കേട്ടോ. ദെൻ 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ, അതായത് 50 VSD ഈക്വൽ ടു 49 MSD ആണ്. അപ്പോൾ 49 into 1/40 centimeter or 1 VSD. 1 VSD is equal to 49 divided by 4 20, അപ്പോൾ 2000, അത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, 1 VSD കിട്ടി. ലീസ്റ്റ് കൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ LC ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. That is equal to 1 MSD എത്രയാണ്? 1/40 മൈനസ് 1 VSD is 49 divided by 2000, അത്രയും സെൻറ്റിമീറ്റർ. ഞാൻ LCM 2000 LCM എടുത്തു. അപ്പോൾ ഇവിടെ എത്ര കിട്ടുക? 50 മൈനസ് 49, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2000 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്ററിലാണ് ആൻസർ. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് നത്തിങ് ബട്ട് 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പം ഞാൻ കൊടുക്കുന്നു 5 ആക്കി കഴിഞ്ഞാൽ 10⁻⁻4 ആയി, പിന്നെ മീറ്റർ ആക്കുമ്പോൾ 6, അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 5 ഈസ് ദ റൈറ്റ് ആൻസർ. ദ ആൻസർ ഈസ് 5. ഓക്കെ, യെസ്. അടുത്തതിലേക്ക് പോകാം. The radius of a sphere is measured to be 7.5 plus or minus 0.85 centimeter. Suppose the percentage error is in volume is x. The value of x is, again similar question അല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്ത്. സ്ഫിയർ ആണ്, വോളിയം 4/3 πr³. ഓക്കെ, therefore percentage error delta V by V is equal to 3 into delta R by R. That is equal to 0.85 divided by 7.5 into 100, പിന്നെ into 3. നമുക്ക് 7.5 3 എത്ര? 2.5 ശരിയല്ലേ? അപ്പോൾ 3ഉം 7.5ഉം കട്ട് ചെയ്താൽ എനിക്കിവിടെ കിട്ടുക 85 ഡിവൈഡഡ് ബൈ 2.5. ഓക്കെ അല്ലേ? ആണ് 85 ഡിവൈഡ് ബൈ 2.5. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 850 25 എത്ര ഉണ്ട് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 85 എത്ര ഉണ്ട്? 3 ബാക്കി എത്ര ഉണ്ട്? അപ്പോൾ 24 10 100 4 34 ഇസ് ദ റൈറ്റ് ആൻസർ. 34 കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ്. എ drunkard walking in a narrow line takes 5 steps forward and 3 steps backward
followed by 5 steps forward, 3 steps backward, and so on. Each step 1 meter and require 1 second. The time drunkard takes to fall in a pit 13 meter away. Simple question. പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൂ. നോക്കാം, ഞാൻ പറയാം. ഓരോ സ്റ്റെപ്പ് 1 മീറ്ററാണ്, 1 സെക്കൻഡാണ് ഒരു സ്റ്റെപ്പിന് എടുക്കുന്ന ടൈം, മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ 5 സ്റ്റെപ്പ് മുന്നോട്ട്, പിന്നെ 3 സ്റ്റെപ്പ് ബാക്കിലേക്ക്. അപ്പോൾ ഇഫക്റ്റീവ്ലി 8 സെക്കൻഡ് ചെലവ് വന്നതിന്, അല്ലെങ്കിൽ മനസ്സിലായോ, 8 സെക്കൻഡ്സ് ചെലവുണ്ട്. പക്ഷെ എത്ര മീറ്റർ പോയിട്ടുള്ളൂ? 2 മീറ്റർ. അപ്പോൾ ആദ്യത്തെ 2 മീറ്റർ കവർ ചെയ്യാൻ 8 സെക്കൻഡ് സ്പെൻഡ് ചെയ്തത്. മനസ്സിലാവുണ്ടോ? കാരണം എന്താ? 5 സ്റ്റെപ്സ് ഫോർവേഡ്, 3 സ്റ്റെപ്സ് ബാക്ക്വേർഡ്. പക്ഷേ ഇഫക്റ്റീവ്ലി 2 സ്റ്റെപ്പേ അപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. പക്ഷേ 8 സെക്കൻഡ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2 സ്റ്റെപ്പിന് 8 സെക്കൻഡ്, അടുത്ത 2 സ്റ്റെപ്പിന് 8 സെക്കൻഡ്, അടുത്ത 2 സ്റ്റെപ്പിന് 8 സെക്കൻഡ്. അപ്പോൾ എത്ര ആയി എന്നറിയോ? 2 2 2 2 8 ആയില്ലേ? 8. ഈ 8 സ്റ്റെപ്പിലെത്തിയിട്ടപ്പോൾ ഇപ്പോൾ 8ലെത്തി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എടാ 2 2 2 ഇത് ടൈമാണ്, ഇത് ടൈം, ഇത് ഡിസ്റ്റൻസ്. ഇനി എന്താ സംഭവിക്കറിയോ? 8 സ്റ്റെപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി മുന്നോട്ടേക്ക് 5 സ്റ്റെപ്പ് പോവാണ്. അപ്പൊ 8 3 എത്ര? 8 3 എത്ര? 13 അല്ലേ? 13 13. അപ്പൊ നോക്കൂ, ആ 5 സ്റ്റെപ്പ് മുന്നോട്ടാണ് വെച്ചപ്പോൾ കുഴി ചാടി. പിന്നെ ബാക്കിലേക്ക് വരാനുള്ള ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ അടുത്തതിൽ പോണത് 5 സ്റ്റെപ്പാ. ആ 5 സ്റ്റെപ്പിന് ഇവിടെ എത്ര ടൈമാ? 5. കാരണം ബാക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒന്ന് കുഴിയിൽ വീണു. അപ്പോൾ ഇത് മൊത്തം എത്രയായി നോക്കണേ. 2 4 8 13. ഇത് 13. അത് റെഡി. ഇവിടെ ടൈമോ 3 4 8 32 32 5 37 സെക്കൻഡ്. 37 ഈസ് ദ ഫൈനൽ ആൻസർ. 37. അടുത്ത ക്വസ്റ്റ്യൻ. A ball of mass 0.5 kilogram is dropped from the height 10 meter. Okay, the height at which the magnitude of velocity becomes equal to the magnitude of acceleration due to gravity. അപ്പോൾ അതിന് മാസിന് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. അവിടെ കേട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ബോൾ ഓഫ് മാസ് ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ് 10 മീറ്റർ. ഓക്കെ, എന്നിട്ട് പറഞ്ഞെന്താ? വെലോസിറ്റി ഈക്വൽ ടു ജി ഉണ്ട് അല്ലെ, മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ജീന്റെ വൺ സെക്കൻഡ്. ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ ഹൈറ്റ് അറ്റ് വിച്ച് magnitude of velocity becomes equal to magnitude. Okay, height ആണ്. റെഡി. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുന്നു അവിടെ വെലോസിറ്റി ജി ആണ്. അപ്പൊ ജി is equal to 10 ആണ്. റെഡി അല്ലേ? ഏത് ഇക്വേഷൻ ആണ് ആദ്യം നോക്കാം. ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh. അതിലെ വി നമ്മൾ 10 സ്ക്വയർ, കാരണം വി ഈക്വൽ ടു ജി ആണ്. അപ്പോൾ 10 സ്ക്വയർ ഈക്വൽ ടു യു 0. 2 ഇൻറ്റു ജീൻ്റെ 10 ഇൻറ്റു ഈ എച്ച് ആണ് ക്വസ്റ്റ്യൻ അല്ലേ. ദ ഹൈറ്റ് അറ്റ് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ബിക്കംസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ ആ ഹൈറ്റ് എവിടുന്ന് പറയുന്നുള്ളത്? നമുക്കവിടെ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ഹൈറ്റ് 10 മീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ആകെ 10 മീറ്റർ ഉള്ളത്. ആകെ 10 മീറ്റർ ആണ്. ദിസ് ഈസ് 10 മീറ്റർ. നമ്മൾ ഇനി അതിൽ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നു ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ. അപ്പോൾ ആ സമയത്തുള്ള ഈ എച്ച് ആണ് നമുക്ക് ഇനി വേണ്ടത്. ഓക്കെ, ലെറ്റ് മീ കംപ്ലീറ്റ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രം ഹിയർ എച്ച് ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് 10 10 ക്യാൻസൽ ചെയ്തു. എച്ച് ഈസ് ഈക്വൽ ടു 10/2. അപ്പോൾ ഇതിന് പ്രശ്നമില്ല. 5 മീറ്റർ. 5 മീറ്റർ ആകുമ്പോൾ പിന്നെ എവിടുന്നാണെങ്കിലും മുകളിൽ നിന്നാലും താഴ്ന്നാണ് പറയേണ്ടത് നമുക്ക്, കാരണം ഹൈറ്റ് പറയില്ല താഴ്ന്നാണ്. അപ്പോൾ ആൻസർ ഈസ് 5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. A ball is projected vertically upward with an initial velocity 50 meter per second at t is equal to 0. At t is equal to 2 seconds, another ball is projected vertically upward with the same velocity. At t is equal to so and so, dash second,
സെക്കൻഡ് ബോൾ വിൽ മീറ്റ് ദ ഫസ്റ്റ് ബോൾ. ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത, അതായത് ദ ബോൾ ഇങ്ങനെ പോയി താഴേക്ക് വരിക. ആ സമയത്താണ് രണ്ടാമത്തെ ബോളിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് രണ്ടാമത്തെ ബോള് ഇവിടെ എത്തിന്നിരിക്കുക. അപ്പോഴാണ് ഇവർ രണ്ടാളും കൂടി ഇവിടെ മീറ്റ് ചെയ്യും. ഒന്നാമത്തെ ആള് അപ്പോൾ ഇവിടെ എത്തിണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് 2 seconds ലേറ്റർ ആണ്. 2 seconds ലേറ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആളുടെ ഡിസ്പ്ലേസ്മെന്റ് H1 സെക്കൻഡിന്റെ ആളുടെ ഡിസ്പ്ലേസ്മെന്റ് H2 എടുത്താൽ അത് രണ്ടും ഈക്വലായി. H1 ഈക്വൽ ടു H2 ആണ്. H1 ഈക്വൽ ടു H2. അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. നോക്കാം. അപ്പോൾ H1ന്റെ ഇക്വേഷൻ ഇതാണ്. H1 ആദ്യം പോയ ആള് ut പ്ലസ് ut മൈനസ് ഹാഫ് GT സ്ക്വയർ. അപ്പോൾ 50t മൈനസ് ഹാഫ് GT സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത ആള് 50 ഇൻറ്റു ടി മൈനസ് 2 മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. മനസ്സിലായടാ? കാരണം ഈ ഫസ്റ്റത്തെ ആള് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്താൻ ടി ടൈം എടുത്ത്, രണ്ടാമത്തെ ആള് ഇവിടെ എത്താൻ എടുത്ത ടൈം എത്ര? ടി മൈനസ് 2. മറ്റേ ആൾ എടുത്തതിൽ 2 സെക്കൻഡ് കുറവാണ്, ഇയാൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ പരിപാടി കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 50t മൈനസ്, കെയർഫുൾ ആയിട്ട് ബ്രാക്കറ്റ് ഒഴിവാക്കുക, ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 50t മൈനസ് 100 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ പ്ലസ് 2gt മൈനസ് 2g. ഇവിടെ 50t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, 50t കട്ട്, മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ കട്ട്. ബാക്കിയുള്ളതിനെ കെയർഫുൾ ആയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുവരും. നമുക്ക് വേണ്ട ടീൻ്റെ വാല്യൂ ആണ് ടി അല്ലേ. അപ്പോൾ 100 2gt, അപ്പോൾ 2 ഇൻറ്റു ജി 10 ടി മൈനസ് 2 അല്ല പ്ലസ് ആയി, അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അയ്യോ നോ മൈനസ് 2 ഇൻറ്റു 10 ഈക്വൽ ടു മൈനസ് 100നെ പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ 100, അപ്പോൾ 20t that is equal to 120 or t is equal to 120 divided by 20, 6 seconds. 6 is the right answer. The answer is 6. Option letter, numerical answer 6t is the right answer. Yes, question number 29. From the top of a tower, a ball is thrown vertically upward which reaches the ground in 6 seconds. നമുക്ക് ടവറിന്റെ മുകളിൽ നിന്ന് മുകളിലേക്കാണ് എറിഞ്ഞത്. യെസ്, അപ്വേർഡ് ഡിറക്ഷൻ, യു സ്പീഡിൽ എറിഞ്ഞു. ഓക്കെ, then a second ball thrown vertically down from the same position with the same speed reaches the ground in 1.5 seconds. യെസ്, അത് താഴേക്കും അതേ സ്പീഡിൽ എറിഞ്ഞു. ഓക്കെ, അതിൻ്റെ ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ തേർഡ് ബോൾ റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഫ്രം ദ സെയിം ലൊക്കേഷൻ വിൽ റീച്ച് ദ ഗ്രൗണ്ട്. നോക്കൂ മക്കളെ, ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ബൈഹാർട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വേഗം ബൈഹാർട്ട് ആയിക്കോട്ടോ. ഇത് ഡ്രോപ്പ് ചെയ്യാണ്, യു ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇയാൾ എടുക്കുന്ന ടൈം T1 ആണ് ഗ്രൗണ്ടിലെത്താൻ, ഇയാൾ T2 ടൈമാണ് എടുക്കുന്നതെങ്കിൽ ഈ ഗ്രീൻ എടുക്കുന്ന ടൈം T ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് T1 T2. ഇത് ബൈഹാർട്ടാക്കി വെച്ചോ, ലാഭാണ്, എങ്ങനെ ആയാലും ലാഭമാണ്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിന്റെ ടൈം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 T2 എന്ന് ആലോചിച്ചാൽ മതി. അത് T1 നിങ്ങൾ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഒറ്റടിക്ക് ആൻസർ ആയി. നോക്കൂ, T ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒന്ന് എത്ര 6, മറ്റെത്ര 1.5 എന്ന് പറഞ്ഞാൽ 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്താൽ 3 ഇൻറ്റു 3 റൂട്ട് 9. ദ ആൻസർ ഈസ് 3 seconds. 3 ഈസ് ദ റൈറ്റ് ആൻസർ. 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ കേസ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കട്ടോ. T ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 T2. ഇത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചു. ഇത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്കത് ലാഭകരമായിരിക്കും. ഓക്കെ, അതിൻ്റെ ആക്ച്വൽ ഡെറൈവ് ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ്, പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് 150 km/h and applying
and after applying the brake it will move 27 meter before stop. In the stopping distance 27 meter. Ready? If the same car is moving with a speed 1/3 of the reported speed, then stopping distance എന്തെന്നാണ് ചോദ്യം. സിമ്പിൾ നോക്കൂ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡി is equal to u square divided by 2a. ഞാൻ അപ്പം ഇതിനെ d1 എന്ന് കൊടുക്കാം കേട്ടോ, ഇക്വേഷൻ നമ്പർ 1. ഇനി നോക്കൂ d2 ഇവിടെ എന്താ പറഞ്ഞത്, u/3 ആക്കി, ഡിവൈഡഡ് ബൈ 2a, ബാക്കിയുള്ളതിലൊന്നും മാറ്റില്ല. എന്ന് വെച്ചാൽ എത്ര, u square divided by 2a into 1/9. That is equal to 27 into 1/9. That is equal to 3 meter is the final answer. That means the answer is 3. Answer is 3. ഓക്കെ, അപ്പോൾ കമ്മിങ് GAB ഒക്കെ മക്കളെ നന്നായിട്ട് ചെയ്യുക. ഗംഭീരമായിട്ട് GABകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനീഷ്യലി ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും, നമുക്ക് ചെയ്താൽ കിട്ടൂല. ഫിസിക്സിൽ പലപ്പോഴും അങ്ങനെ കുട്ടികൾ പറയാറുണ്ട്. പക്ഷെ ഒന്നുകൊണ്ട് ഒരു സാധനം നോക്കൂ, അറ്റ് വൺസ് ഒറ്റടിക്ക് ഒരു ഓവർ എ സിംഗിൾ നൈറ്റിൽ നമുക്ക് സംഭവിക്കുന്നതല്ല. ഇത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ക്ഷമയോടുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ സ്പീഡ് കൂടും, നമ്മുടെ അക്യുറസി കൂടും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തെറ്റുകളെന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് തെറ്റുകളായിരിക്കും പല കുട്ടികൾക്കും സംഭവിക്കാറുള്ളത്. അതൊക്കെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എലിമിനേറ്റ് ചെയ്യാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.